ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അടീനിയം ഗ്രാഫ്റ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഫ്ലവറായ വീഡിയോ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു കംപ്ലീറ്റ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഇത് അങ്ങനെ ഇടാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് എ ടൈം നമുക്ക് പല കളറും ഒരുമിച്ച് വിരിയാറില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ആദ്യമായിട്ടാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത അടീനത്തിൽ 2 കളർ ഒരേ ടൈം വിരിയുന്നത്. അപ്പോൾ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇടാം എന്ന് വിചാരിച്ചു. ഇതിലാദ്യം വിരിഞ്ഞത് ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ളതാണ്. അതായിരുന്നു ഞാൻ ആദ്യമേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നതും. അതിനുശേഷം മറ്റേ സ്റ്റെമ്മ് ഗ്രാഫ്റ്റ് ചെയ്ത് ചീത്തയായിപ്പോയി. അതിന് പകരം ഈ അടുത്ത സമയത്ത് ഒരു 1-1.5 മാസത്തിനുള്ളിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അത് നമ്മുടെ ഫെവിക്വിക്ക് വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. രണ്ടും വി ഗ്രാഫ്റ്റിംഗ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ഗ്രാഫ്റ്റഡ് അടീനിയത്തിൻ്റെ കോഡക്സ് ആയിരുന്നു. കഴിഞ്ഞ മഴ സീസണിൽ ഈ ചെടി ചീത്തയായിപ്പോയി. അപ്പോൾ ഇത്രയും നല്ലൊരു കോഡക്സ് ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പം ബോൺസായി ചട്ടിയിലോട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ചരിച്ചാണ് അതിൻ്റെ സ്റ്റെമ്മ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് ചരിഞ്ഞങ്ങ് വളരുകയും ചെയ്തു. വെയിറ്റ് കാരണം കുറേ കൂടെ അങ്ങ് ചരിഞ്ഞു. പിന്നെ ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഫ്ലവർ, ആക്ച്വലി എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നന്നായിട്ട് ഫ്ലവർ ആവുന്നൊരു വെറൈറ്റി ആട്ടോ. ഞാനിപ്പോൾ കുറേ സ്റ്റെമ്മുകളിലൊക്കെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഈ വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനുള്ളതും അത്യാവശ്യം നന്നായിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. കാരണം 1.5 മാസത്തിനുള്ളിലാണ് ഇപ്പം ഇത് ഫ്ലവർ ആയേക്കുന്നത്. ആദ്യത്തെ നോർമലായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. സെക്കൻഡ് 1 ഫ്ലവറായിട്ട് നിൽക്കുന്ന ആ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ളത് ഫെവിക്വിക്ക് വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഫെവിക്വിക്ക് വെച്ചിട്ട് എങ്ങനെ, ഫെവിക്വിക്ക് മീൻസ് ഫ്ലെക്സ് ക്വിക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഒരേ ഒരു സൂപ്പർ ഗ്ലൂ, അങ്ങനെ ആ കാറ്റഗറിയിൽ വരുന്ന പശ, അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്തതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. വളരെ എളുപ്പമാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ. ഈ വീഡിയോ വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.